സ്നേഹമുള്ളവരെ, നമ്മൾ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ നോമ്പുകാല ദിവസങ്ങളുടെ പ്രത്യേകതയാണ് കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് തെളിഞ്ഞു വരുന്ന ചില പ്രത്യേകമായ ചിന്തകളും ചിത്രങ്ങളൊക്കെ ഒക്കെയുണ്ട്. കുരിശിൻ്റെ വഴിയിലെ പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആ പാട്ടുകളും പ്രാർത്ഥനകളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില രംഗങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അതിദാരുണമായ സഹനത്തിൻ്റെ രംഗങ്ങളും ചിത്രങ്ങളുമൊക്കെ. അതെല്ലാം അസാധാരണമാണ്. കാരണം ക്രിസ്തു നടത്തിയ കുരിശിൻ്റെ യാത്ര, ആ കുരിശിൻ്റെ വഴി, അത് അസാധാരണമായ ഒന്നായിരുന്നു. നമ്മളെല്ലാം ഇഷ്ടപ്പെടുക മറ്റുള്ളവർ നടന്നു തെളിഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യാനാണ്. നടന്നു തെളിഞ്ഞ വഴികളിലൂടെയുള്ള യാത്ര എപ്പോഴും സുഖകരമാണ്. കാരണം ഒരുപാട് പേര് നടന്ന്, ഒരുപാട് പേര് വാഹനങ്ങൾ ഓടിച്ച് ആ വഴിയുടെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളൊക്കെ മാറി കുറേയേറെ മിനുസപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഈശോ തിരഞ്ഞെടുത്ത ആ കുരിശിൻ്റെ വഴി മറ്റാരും നടക്കാത്ത വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ ഒരുപാട് വേദനകളും നൊമ്പരങ്ങളുമൊക്കെയുണ്ട്. ഈ കുരിശിൻ്റെ വഴി നമ്മളോട് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഈശോയുടെ ജീവിതത്തിലുണ്ടായ ആ 14 സ്ഥലങ്ങളുടെയും അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പച്ചകെടാതെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ, വളർച്ചയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ കുരിശുമരത്തിൻ്റെ രൂപത്തിൽ വിവിധ സഹന ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ പരിഭ്രമിക്കാതെ, സങ്കടപ്പെടാതെ, നഷ്ടധൈര്യരാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ കുരിശിനെ സ്നേഹിക്കാനും കുരിശിൻ്റെ വഴിയെ ആശ്ലേഷിക്കാനും നമുക്ക് സാധിക്കണം. ഈശോയ്ക്ക് സാധിച്ചത് അതാണ്. കുരിശുമരം കണ്ട് വഴിമാറി നടക്കാതെ അതിനെ ആശ്ലേഷിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ വഴി നടന്നു തീർത്തവൻ. നമ്മളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കുരിശുമരങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ സഹനം, നമ്മുടെ ആ വേദന, നമ്മുടെ ആ നൊമ്പരം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് രക്ഷാകരമാകാം. മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ പകർന്നു കൊടുത്തേക്കാം. മാതാപിതാക്കൾക്ക് മക്കൾക്ക്, മക്കളുടെ സഹനങ്ങൾ മാതാപിതാക്കളുടെ സന്തോഷത്തിന്, മാതാപിതാക്കളുടെ സഹനങ്ങൾ മക്കളുടെ സന്തോഷത്തിന്, ജീവിത പങ്കാളിയുടെ സഹനങ്ങൾ ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് ഒക്കെ കാരണമായി തീരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് കാലത്ത് കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഒരു വലിയ ജീവിത ദർശനമാണ്. മറ്റുള്ളവർ നടന്നു തീർത്ത വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കാതെ ക്രിസ്തു നടന്ന കുരിശിൻ്റെ വഴികളിലൂടെ കൂടെ നടക്കാനായിട്ടുള്ള ഒരു സന്മനസ്സ്. നമുക്കൊക്കെ ഇഷ്ടം 4 വരി പാതയിലൂടെ യാത്ര ചെയ്യാനാണ്. പക്ഷേ ഈശോ പറയുന്നു, 4 വരി പാതയിലൂടെ യാത്ര മാത്രമല്ല നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുക, കുരിശിൻ്റെ വഴികളിലൂടെയുള്ള യാത്ര കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കുരിശുമരങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ അതിനു മുന്നിൽ ഭയപ്പെടാതെ, നഷ്ടധൈര്യരാകാതെ മുന്നോട്ട് പോകാൻ, കുരിശിനെ സ്നേഹിക്കാനും കുരിശിൻ്റെ വഴികളെ ആശ്ലേഷിക്കാനും ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല നോമ്പുകാലം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.